നമസ്കാരം. കോൺഗ്രസിൽ തമ്മിൽ തല്ലുണ്ടോ ഇല്ലേ? ഉണ്ടെന്ന് നേതാക്കൾ ആരും സമ്മതിച്ചു തരില്ല. അതാണ് ഇപ്പോ പുനഃസംഘടനയുടെ കാര്യത്തിലും നടക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ പുനഃസംഘടന ഉണ്ടോ? ഉണ്ട്. എന്നാൽ നേതാക്കൾ ആരും തന്നെ പുനഃസംഘടന ഉണ്ടെന്ന് സമ്മതിച്ചു തരാൻ തയ്യാറല്ല. അത് എന്തുകൊണ്ടാണ്? പുനഃസംഘടന ഉണ്ടോ എന്ന് മുതിർന്ന നേതാക്കളോട് ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നേ പറയാനുള്ളൂ, ഇല്ല എന്നാണ്. എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം. പുനഃസംഘടന ചർച്ച തുടങ്ങിയിട്ടില്ലെന്ന് നേതാക്കൾ പരസ്യമായി പറയുമ്പോഴും രഹസ്യ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. മുതിർന്ന നേതാക്കളായ AK ആന്റണിയെയും രമേശ് ചെന്നിത്തലയും കണ്ട് സുധാകരൻ പുനഃസംഘടനയ്ക്ക് പിന്തുണ തേടിയിരിക്കുകയാണ്. AK ആന്റണിയോട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടന നടത്തുന്ന കാര്യം സുധാകരൻ സൂചിപ്പിച്ചിരുന്നു. ട്രഷറർ, 10 ജനറൽ സെക്രട്ടറിമാർ, വർക്കിംഗ് പ്രസിഡന്റ്, DCC അധ്യക്ഷർ സ്ഥാനങ്ങളിലാണ് പുനഃസംഘടന അനിവാര്യമെന്നാണ് സുധാകരന്റെയും കൂട്ടരുടെയും നിലപാട്. KC വേണുഗോപാലിനും അതിനോട് യോജിപ്പാണ്. സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നുകൊണ്ട് മറ്റു സ്ഥാനങ്ങളിലേക്ക് പുനഃസംഘടന എന്ന അജണ്ടയ്ക്ക് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്ക് പിന്തുണ നൽകിയതായാണ് വിവരം. ഇതിന് പിന്നാലെയാണ് പുനഃസംഘടനാ കാര്യം ഉന്നയിച്ച് K മുരളീധരനെ കണ്ടത്. എന്നാൽ അക്കാര്യം തുറന്നു സമ്മതിക്കാൻ മുരളീധരൻ തയ്യാറാകുന്നില്ല. പുനഃസംഘടന അടഞ്ഞ വിഷയമാണത്രേ, പക്ഷെ സംസാരിച്ചതൊന്നും അത്ര പെട്ടെന്നൊന്നും പുറത്തു പറയാനാകില്ല എന്നാണ് K മുരളീധരൻ പറയുന്നത്. അതേസമയം NSSന്റെ പരിപാടിയിൽ ചെന്നിത്തലയെ ക്ഷണിച്ചതിനെ കുറിച്ച് മുരളീധരനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ചിലത് പറയാറുണ്ട്. NSSന്റെ പരിപാടിയിൽ അവർക്ക് ഇഷ്ടമുള്ളവരെ ക്ഷണിക്കും, എന്നെയും നേരത്തെ ക്ഷണിച്ചിരുന്നു, അത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല എന്നാണ് മുരളീധരൻ പറയുന്നത്. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം പുനഃസംഘടനയിലേക്ക് കടക്കാനാണ് സാധ്യത. സമ്പൂർണ്ണ പുനഃസംഘടന എന്ന സതീശന്റെ നിലപാടിനോട് മുതിർന്ന നേതാക്കൾക്ക് അത്ര യോജിപ്പൊന്നുമില്ല. അതായത് മാറുന്നെങ്കിൽ പ്രതിപക്ഷമടക്കം മാറണമെന്നാണ്. സുധാകരന്റെ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതൽ പേരും. DCC അധ്യക്ഷരിൽ ഭൂരിഭാഗവും ദുർബലരാണെന്നും ഇവരെ വെച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോകാനാവില്ല എന്നുമാണ് പൊതുനിരങ്ങൾ. ആരെ ഇളക്കിയാലും ശക്തമായ പ്രാദേശിക വികാരം എതിർപ്പുണ്ടാവുമെന്ന ഭയവും നേതൃത്വത്തിനുണ്ട്. എന്തായാലും പുനഃസംഘടനയിൽ സുധാകരനൊപ്പമാണ് KC വേണുഗോപാലും K മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരും. എന്തായാലും കോൺഗ്രസിലെ അടികൾ ദിവസം തോറും കൊടുമ്പിരി കൊള്ളുകയാണ്. വരും ദിവസങ്ങളിൽ നല്ല കൊടുമ്പിരി കൊണ്ട് അടി തന്നെ നമുക്ക് കാണാം കോൺഗ്രസിനകത്ത്.